ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ശിവചേട്ടാ. നമ്മള് ഹായ് ഉം, ശിവട്ടാ. ഹായ് ഹായ് അടുത്ത 30 മിനിറ്റില് അല്ലെങ്കിൽ അടുത്ത 30 മിനിറ്റില് നമ്മൾ കംസ് ഓഫ് ഏജിന്റെ യൂണിറ്റി അല്ലെങ്കിൽ ഐക്യത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുറെ ഭാഗങ്ങൾ, ഡബ്ല്യുവിന്റെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുക. നമുക്കറിയാം ഏകദേശം 28 പേജോളം അദ്ദേഹം റിക്കവറി മോചനത്തെക്കുറിച്ചാണ് കംസ് ഓഫ് ഏജ് സംസാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം പേജ് നമ്പർ 51 മുതൽ പേജ് നമ്പർ 79 വരെയുള്ള ഭാഗങ്ങൾ ഐക്യത്തെക്കുറിച്ചും, പിന്നീട് അങ്ങോട്ട് പേജ് നമ്പർ 51 മുതൽ 79 വരെ റിക്കവറിയെക്കുറിച്ചും മോചനത്തെക്കുറിച്ചും, പിന്നീട് പേജ് നമ്പർ 79 മുതൽ പിന്നീട് വരുന്ന 60 പേജുകൾ, അതായത് 139 പേജ് വരെ 60 പേജുകളോളം ഐക്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഇംഗ്ലീഷിന്റെ ഭാഗം വായിച്ചിട്ട് മലയാളത്തിന്റെ ഭാഗം വായിക്കാം. യൂണിറ്റി, ദ സെക്കൻഡ് ലെഗസി, രണ്ടാമത്തെ പൈതൃകമാണ് ഐക്യം. ടുഡേ വി ആർ ടുഗദർ ആൻഡ് വി നോ വി ആർ ഗോയിങ് ടു സ്റ്റേ ടുഗദർ. വി ആർ അറ്റ് പീസ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദ വേൾഡ് അറൌണ്ട് us. So many of our conflicts are resolved that our destiny seems secure. The problem of yesterday have produced the blessings of today. അപ്പോൾ അതിൻ്റെ മലയാള ഭാഗം, ആ പാരഗ്രാഫിൻ്റെ മലയാള ഭാഗം പേജ് നമ്പർ 79 ഇംഗ്ലീഷ് ഭാഗത്തിൻ്റെ മലയാള ഭാഗം. ഇന്ന് നാം എയിൽ ഒരുമിച്ചാണ്. നമുക്കറിയാം നാം ഇനിയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. നാം പരസ്പരം സമാധാനത്തിലാണ്. പുറം ലോകവുമായും അനവധിയായ നമ്മുടെ കലഹങ്ങൾ തീർപ്പായിരിക്കുന്നു. നമ്മുടെ ഭാഗധേയം സുരക്ഷിതമായിരിക്കുന്നു. ഇന്നലെയുടെ പ്രശ്നങ്ങൾ നമുക്കിന്ന് അനുഗ്രഹങ്ങളാണ്. Ours is not the usual success story. Rather, it is the story of how, under God's grace, an unsuspected strength has arisen out of great weakness, of how, under threats of disunity and collapse, worldwide unity and brotherhood have been forged. In the course of this experience, we have evolved a set of traditional principles by which we live and work together and relate ourselves as a fellowship to the world around us. These principles are called the 12 traditions of Alcoholics Anonymous. They represent the distilled experience of our past, and we rely on them to carry us in unity through the challenges and the dangers which the future may bring. നമ്മുടേത് സാധാരണ ഒരു വിജയകഥയല്ല. അനൈക്യവും ശിഥിലീകരണവും നിറഞ്ഞ ഒരു ലോകത്ത് നിസ്സംശയം ശക്തിയും സഹവർത്തിത്വവും ഐക്യവും ഈശ്വരാനുഗ്രഹത്താൽ ലഭിച്ച കഥയാണിത്. ഈ അനുഭവങ്ങളുടെ പാതയിൽ നാം ഒരു പരമ്പരാഗതമായ തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നാം പരസ്പരം പ്രവർത്തിക്കുവാനും ലോകവുമായി ബന്ധപ്പെടുവാനും അത് ഉപകരിക്കുന്നു. ഈ തത്വങ്ങളെ ആൽക്കോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങളിൽ നിന്ന് കാച്ചിക്കുറുക്കിയെടുത്തതും വരാനിരിക്കുന്ന വെല്ലുവിളികളെയും അപകടങ്ങളെയും തരണം ചെയ്യാനുള്ളതുമാണ്. അതെല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നില്ല. ആദ്യകാലങ്ങളിൽ കുറച്ച് മധ്യാസക്തർക്ക് സുഖപ്പെടാനുള്ള ഒരു മാർഗമായിരുന്നു. പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും പ്രശ്നം മറ്റൊന്നായിരുന്നു. മധ്യാസക്തർ കൂട്ടമായി സുഖപ്പെടുമെന്ന് ബോധ്യം വന്നപ്പോൾ 1937 ഡോക്ടർ ബോബിന്റെ സ്വീകരണ മുറിയിലിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ രൂപരേഖകളില്ലാത്തൊരു ഭാവിയിലേക്കാണ് നോക്കിയത്. It was not always so. In the early days, we saw that it was one thing for a few alcoholics to get well, but the problem of living and working together was something else. Therefore, it was into an uncharted future that we looked from the window of Dr. Bob's living room in 1937, when we first realized that alcoholics might be able to get well in large numbers. The world around us, the world of more normal people, was being torn apart. Could we recovered alcoholics hold it together? Could we carry a message? Therefore, it was, could we recovered alcoholics hold it together? Could we carry a message? Could we function as groups and as a whole? No one could say. Our friends, the psychiatrists, with some reason, had begun to warn. This fellowship of alcoholics is emotional dynamite. Its
neurotic content can blow it to bits. When drinking, we were certainly explosive enough. Now that were sober, would dry benders and emotional jags blow us up. അപ്പോൾ അതല്ല ഇപ്പോഴും അങ്ങനെയായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ കുറച്ച് മദ്യാസക്തർക്ക് മാത്രം സുഖപ്പെടാനുള്ള ഒരു മാർഗമായി മാറിയിരുന്നു. പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും പ്രശ്നം മറ്റൊന്നായിരുന്നു. മദ്യാസക്തർ കൂട്ടമായി സുഖപ്പെടുമെന്ന് ബോധ്യം വന്നപ്പോൾ 1937 ഡോക്ടർ ബോബിന്റെ സ്വീകരണ മുറിയിലിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ രൂപരേഖകളില്ലാത്തൊരു ഭാവിയിലേക്കാണ് നോക്കിയത്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ സാധാരണ മനുഷ്യർ ചിതറിപ്പെടുകയാണ്. സുഖം പ്രാപിച്ച മദ്യാസക്തർക്ക് ഒരുമിച്ച് നിൽക്കാനാകുമോ? ആർക്കും പറയാനാകില്ല. മനോരോഗ വിദഗ്ധന്മാരായ നമ്മുടെ സുഹൃത്തുക്കൾ ചില കാരണങ്ങളാൽ മുന്നറിയിപ്പുകൾ തന്നു തുടങ്ങി. മദ്യാസക്തരുടെ കൂട്ടായ്മ വൈകാരികമായ ഒരു ബോംബാണ്. ഇതിന്റെ മനോരോഗാംശം ഇതിനെ തകർക്കും. കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നാം സ്ഫോടനാത്മകമായിരുന്നു. ഇപ്പോൾ നാം സുബോധത്തിലാണ്. ഞാൻ സ്ഫോടനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഇക്കിയെ ഓർക്കും. ടെക്സാസിൽ ഹ്യൂസ്റ്റണിൽ അവർ അദ്ദേഹത്തെ ഡൈനാമിറ്റ് മാൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്തും തകർക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. ഇക്കി യുദ്ധകാലത്ത് റഷ്യൻ സൈന്യത്തിന് പിന്നാലെ പാലം തകർക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. യുദ്ധത്തിന് ശേഷവും തന്റെ ജോലി തുടർന്നു. എനിക്ക് തോന്നുന്നു ആ ലണ്ടൻകാരന് പറ്റിയ പറ്റ് അദ്ദേഹത്തിന് പറ്റി കാണും. കുടിച്ചു ലക്ക് കെട്ട ലണ്ടൻകാരനെ മജിസ്ട്രേറ്റിന് മുമ്പായി ഹാജരാക്കി കാലിക്കുപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. When I think explosion, I always think of my friend Icky down in Houston, Texas. They call him the Dynamite Man. Lucky Icky. Icky is an expert on explosive on demolition. He was in the rear of the Russian retreat, blowing up bridges during the war. After the war, he started to play his trade again. And I guess he fell into the same error that a poor fellow in London did the other day. This alcoholic Londoner turned up before a magistrate. He had been picked up stuff drunk. His bottle was empty. The magistrate said, "Did you drink at all?" "Oh yes." "Why did you drink at all?" "Because I lost the cork." Down there in Houston, it must have been one of those days when our friend like Icky lost his cork. Icky was commissioned to blow up a certain pier in Houston Harbor, and he blew up the wrong one. അപ്പോൾ അത് അടുത്ത ഭാഗം പറയുന്നത്, നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നാം സ്ഫോടനാത്മകമായിരുന്നു. ഇപ്പോൾ നാം സുബോധത്തിലാണ്. ഞാൻ സ്ഫോടനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഇക്കിയാണ് ഓർക്കുന്നത്. ടെക്സാസിൽ ഹ്യൂസ്റ്റണിൽ അവർ അദ്ദേഹത്തെ ഡൈനാമിറ്റ് മാൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്തും തകർക്കുന്നതിൽ വിദഗ്ധനായിരുന്നു ഇക്കി. യുദ്ധകാലത്ത് റഷ്യൻ സൈന്യത്തിന് പിന്നാലെ പാലം തകർക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. യുദ്ധത്തിന് ശേഷവും തന്റെ ജോലി തുടർന്നു. എനിക്ക് തോന്നുന്നു ആ ലണ്ടൻകാരന് പറ്റിയ പറ്റ് അദ്ദേഹത്തിന് പറ്റി കാണും. കുടിച്ചിലക്ക് കേട്ട ലണ്ടൻകാരനെ മജിസ്ട്രേറ്റിന് മുമ്പായി ഹാജരാക്കി കാലിക്കുപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. "നിങ്ങൾ അത് മുഴുവൻ കുടിച്ചോ?" മജിസ്ട്രേറ്റ് ചോദിച്ചു. "ഉവ്വ്" എന്ന് മറുപടി പറഞ്ഞു. "എന്തുകൊണ്ടാണ് മുഴുവനും കുടിച്ചത്?" കുടിയൻ മറുപടി പറഞ്ഞു, "അതിന്റെ അടപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്." ഹ്യൂസ്റ്റണിൽ ഇക്കിക്കും കോർക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഹ്യൂസ്റ്റൺ ബാർ ഹാർബറിൽ പൊളിക്കേണ്ട തൂണല്ല ഇക്കി പൊളിച്ചത്. The great question in the early days was this: would we blow up or could we stay together? Today we have the answers. This anniversary meeting in St. Louis is a vast testament to the fact that we have held together. ആദ്യകാല ചോദ്യം ഇതായിരുന്നു: നാം പൊട്ടിത്തകരുമോ, ഒരുമിച്ച് നിൽക്കുമോ? ഇന്ന് നമുക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. സെന്റ് ലൂയിസിലെ വാർഷിക സമ്മേളനം നമുക്ക് ബൃഹത്തായ ഒരു തെളിവ് നൽകിയിരിക്കുന്നു. നാം ഒരുമിച്ച് നിൽക്കും. എയിൽ നൂതന മാർഗങ്ങൾ തീർച്ചയായും അവസാനിക്കുന്നില്ല. നാം ഇപ്പോൾ ഇവിടെ സുരക്ഷിതരാണ്. പക്ഷെ മറ്റിടങ്ങളിൽ, വിദൂര നാടുകളിൽ ഇപ്പോഴും നമ്മുടെ ആദ്യകാല പരീക്ഷണങ്ങൾ പോലെ വേദനകളിലൂടെ കടന്നു പോകുന്നു. ഉദാഹരണത്തിന്, ന്യൂയോർക്കിലെ ഓഫീസിൽ അടുത്ത നാളിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ജെസ്യൂട്ട് പുരോഹിതൻ അയച്ച ഒരു കത്ത് കിട്ടി. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. Pioneering in AI, of course, has not stopped. I hope it never will. We feel secure here today, but there are still plays on the AI front in distant lands. They are right now. They are going through all the pains and trials of our early days. For example, the New York office recently received a letter written by a Jesuit priest in India.
It told the story of a Hindu school teacher who owned a cow and a tiny plot of ground. His wife was stone deaf, and he had a sister who, like himself, drank like a fish. His salary as a teacher was about 50 cents a day. The Jesuit translated A.S. 12 steps for him, and in spite of his poverty, in spite of his wife's deafness, in spite of his domineering and drunkard sister, he was staying sober. We know that this lone Hindu is probably feeling just the same worries that Dr. Boba and I had back there in the living room in Akron. This Hindu pioneer is probably asking, can I hang together myself? Can I carry this message? Will be able to form a group? Yes, he is asking those very questions. But he will soon be in communication with our world office, and we can send a solid assurance to that distant outpost that we are with him, all of us, and that our experience is his to drawn on. അപ്പം ആദ്യകാല ചോദ്യം ഇതായിരുന്നു, നാം പൊട്ടിത്തകരുമോ ഒരുമിച്ച് നിൽക്കുമോ എന്നായിരുന്നു. അപ്പം ധാരാളം സെന്റ് ലൂയിസിലെ വാർഷിക സമ്മേളനം നമുക്ക് ബൃഹത്തായ ഒരു തെളിവ് നൽകിയിരിക്കുന്നു. നാം ഒരുമിച്ച് നിൽക്കും. എയിൽ നൂതന മാർഗങ്ങൾ തീർച്ചയായും അവസാനിക്കുന്നില്ല. നാം ഇപ്പോൾ ഇവിടെ സുരക്ഷിതരാണ്. പക്ഷേ മറ്റിടങ്ങളിൽ, വിദൂര നാടുകളിൽ ഇപ്പോഴും നമ്മുടെ ആദ്യകാല പരീക്ഷണങ്ങൾ പോലെ വേദനകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഉദാഹരണത്തിന്, ന്യൂയോർക്കിലെ ഓഫീസിൽ അടുത്ത നാളിൽ ഇന്ത്യയിൽ നിന്നൊരു ജസൂട്ട് പുരോഹിതൻ അയച്ച ഒരു കത്ത് കിട്ടി. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു പശുവും ഒരു തുണ്ട് ഭൂമിയുമുള്ള ഒരു ഹിന്ദു സ്കൂൾ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഭാര്യ ബദിരയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരി മുക്കുടിയരാണ്. അദ്ദേഹത്തിന്റെ ശമ്പളം ഒരു ദിവസം 15 സെന്റാണ്. പുരോഹിതൻ എയുടെ 12 പടികൾ പരിഭാഷപ്പെടുത്തി കൊടുത്തു. സ്വന്തം ദാരിദ്ര്യത്തെയും ഭാര്യയുടെ ബദിരതയും സഹോദരിയുടെ അടുക്കി ഭരിക്കുന്ന മദ്യാസക്തിയും അതിജീവിച്ചുകൊണ്ട് അയാൾ സുബോധവാനായിരിക്കുന്നു. ഞാനും ഡോക്ടർ ബോബും മക്രോണിൽ വീട്ടിലിരുന്നപ്പോൾ തോന്നിയ ഉത്കണ്ഠകൾ തന്നെയാകും അഹിന്ദുവിൻ്റെതും അഹിന്ദു മുൻഗാമിയും ചോദിക്കുന്നുണ്ടാവും. എനിക്ക് ചേർന്ന് നിൽക്കാനാകുമോ? സന്ദേശം വഹിക്കുവാൻ എനിക്ക് സാധിക്കുമോ? അതെ, ആ ചോദ്യങ്ങൾ അയാൾ ചോദിക്കുന്നുണ്ടാകും. പക്ഷെ താമസിയാതെ അയാൾ നമ്മുടെ വേൾഡ് ഓഫീസുമായി ബന്ധപ്പെട്ടു. വിദൂരതയിലുള്ള അയാൾക്ക് നമുക്ക് ഉറപ്പ് നൽകാനാകും നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്ന്. അതേസമയം മറ്റൊരിടത്ത് മുഖത്ത് നിന്ന് ഒരു പുരോഹിത സഭയിൽ നിന്ന് മറ്റൊരു കത്ത് കൂടി ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, കുറെ കാലമായി ഞാനിവിടെ തായ്ലൻഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അടുത്തിടെ നന്നായി ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് ഇൻ ദ സെയിം മെയിൽ എ ലെറ്റർ കെയിം ഫ്രം എ Presbyterian minister out on another AF front. He said, for a long time, I have been trying to get a group started here in Thailand. Recently, a highly educated Thai speaking fluent English came along. He was a terrible case of alcoholism and he desperately wanted to get well. Now he has had a promising period of sobriety and is eager to translate the entire AA literature into Siamese. He and I are already at work starting groups. Can you give us a hand? The minister continued. We took AS 12 steps over to the largest Buddhist monastery in this province. We showed them to the priest at the head of it. After he had finished looking over the 12 steps, the monk said, why these are fine. Since we as Buddhists don't understand God just as you do, it might be slightly more acceptable if you inserted the word good in your steps instead of God. Nevertheless, you say in these steps, that is God as we understood him. That clears up the point for us. Yes, AS 12 steps will certainly be accepted by the Buddhists around here. അതേസമയം തന്നെ മറ്റൊരിടത്ത് മുഖത്തു നിന്ന് ഒരു പുരോഹിത സഭയിൽ നിന്ന് മറ്റൊരു കത്ത് ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, കുറെ കാലമായി ഞാനിവിടെ തായ്ലൻഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അടുത്തിടെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു തായ്ലൻഡുകാരൻ ഇവിടെ വന്നു. മദ്യാസക്തിയുടെ ഒരു കടുത്ത കേസായിരുന്നു അയാൾ. രക്ഷപ്പെടണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ചു കാലത്തെ സുബോധമുണ്ട്. സാഹിത്യം മുഴുവൻ സയാമിസിലേക്ക് പരിഭാഷപ്പെടുത്താൻ അത്യുത്സാഹത്തിലാണ് അയാൾ. അദ്ദേഹവും ഞാനും ഗ്രൂപ്പുകൾ തുടങ്ങാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് സഹായിക്കാനാകുമോ?
പുരോഹിതൻ തുടർന്നു. ഞങ്ങൾക്ക് 12 പടികൾ ഇവിടുത്തെ വലിയൊരു ബുദ്ധമഠത്തിൽ കൊണ്ടുപോയി. ഞങ്ങൾ അവിടുത്തെ പുരോഹിത ശ്രേഷ്ഠനെ കാണിച്ചു. ഇത് മുഴുവൻ വായിച്ച ശേഷം 12 പടികളെ നോക്കി സന്യാസി പറഞ്ഞു, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഞങ്ങൾ ബുദ്ധമതക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ദൈവത്തെ മനസ്സിലാക്കാനാവില്ല. ദൈവത്തിന് പകരം നല്ലത് എന്ന് ചേർത്താൽ ഞങ്ങൾക്കത് കൂടുതൽ സ്വീകാര്യമാകും. എന്നിരുന്നാലും ഈ പടികളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. അതെ, എയുടെ 12 പടി ഇവിടുത്തെ ബുദ്ധമതക്കാർക്ക് തീർച്ചയായും സ്വീകാര്യമാണ്. To some of us, an idea substituting good for God in the 12 steps may seem like a watering down of AA's message, but here we must remember that AA steps are suggestions only. A belief in them as they stand in not at all a requirement for membership among us. The liberty has made AA available to thousands who never would have tried it all had we insisted on the 12 steps just as written, but changes in them seldom last. The original version usually wins out. What has proved to true here in America will probably prove true in many far off land. Alcoholists may be led to believe in good, but none can be forced. ദൈവത്തിന് പകരം നല്ലത് എന്ന് ചേർക്കുന്നത് നമ്മിൽ ചിലർക്കെങ്കിലും എയുടെ സന്ദേശത്തിൽ വെള്ളം ചേർക്കുന്നത് പോലെ തോന്നും. പക്ഷെ ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം. എയുടെ പടികൾ നിർദ്ദേശങ്ങൾ മാത്രമാണ്. അവരിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യ ഘടകമോ അംഗത്വത്തിന് ആവശ്യമുള്ള ഒരു ഘടകമോ അല്ല. ഈ സ്വാതന്ത്ര്യമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുപക്ഷെ നാം പടികളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ കൂടി അവർക്ക് ലഭ്യമാകുന്നത്. പക്ഷെ മാറ്റങ്ങൾ നിലനിൽക്കാറില്ല. യഥാർത്ഥ രൂപം തന്നെ അവസാനം വിജയിക്കുന്നു. ഇവിടെ അമേരിക്കയിൽ സത്യമെന്ന് തെളിഞ്ഞ കാര്യങ്ങൾ വിദൂര നാടുകളിലും അങ്ങനെ തന്നെ. മധ്യാസക്തർ ഈശ്വര വിശ്വാസത്തിലെത്തിക്കണം, പക്ഷെ അത് ആരും നിർബന്ധിക്കരുത്. Now, what does this all mean? It means that there are going to be AA groups in India and in Thailand and in many other faraway places where alcohol is dull. They are going to be plugged by our early fears, but we can help them and reassure them. ഇപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിന്റെ അർത്ഥം ഇന്ത്യയിൽ AA ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണോ? തായ്ലൻഡിലും മധ്യസ്ഥത്തിലുമുള്ള മറ്റു പല വിദൂര നാടുകളിലും നമുക്കുണ്ടായതുപോലെ ആദ്യകാല ഭയപ്പാടുകൾ അവർക്കും ഉണ്ടാകാം. പക്ഷെ നമുക്ക് അവരെ ധൈര്യപ്പെടുത്താം. സോ അതിന്റെ ഒരു താഴെ ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ 1987 ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് എ ജനറൽ സർവീസ് ഓഫീസ്. അതായത് 1987 നമ്മുടെ ഇന്ത്യയിൽ ജനറൽ സർവീസ് ഓഫീസ് തുടങ്ങിയിരുന്നു. ഹംസ പേജില് ഇന്ത്യയെ പറ്റി പറയുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത ഭാഗം 52ാമത്തെ പേജ്. Speaking of fears, a story turned up to the office. It seems that A had made a start in Tokyo. As usual, it began among the American ranks, but then it spread out to the Japanese. Soon there was quite a Japanese contingent, of which we heard very good reports. One day, the Japanese contingent of which we heard very good reports. Then one day a Japanese appeared at the New York office. He had heard that his fellows in the homeland now had AA groups and had begun to write to them to get the inside track. Now, in a state of great alarm, he said, awful things are going on over there in Japan. Did you know that they have 2 kids of AA? His AIs over there. Of course, they have the 12 steps just as we have them here. But there is now another AA leader who has written 10 steps and they are charging 100 and to attend his meetings. അപ്പോൾ പേടികളെ കുറിച്ച് പറയുമ്പോൾ ഓഫീസിൽ ഒരു കഥയെത്തി.
ടോക്കിയോയിൽ AI തുടങ്ങിയെന്ന് തോന്നുന്നു. അമേരിക്കക്കാരാണ് അതവിടെ ആരംഭിച്ചത്. പക്ഷേ പിന്നീട് അത് ജപ്പാൻകാരിലേക്കും പടർന്നു. പെട്ടെന്ന് തന്നെ ഒരു ജപ്പാനീസ് ഇടപെടലുണ്ടായി. അത് നല്ല വാർത്തയായിരുന്നു. പിന്നീട് ഒരു ദിവസം ഒരു ജപ്പാൻകാരൻ ന്യൂയോർക്ക് ഓഫീസിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ജപ്പാനിലെ AI ഗ്രൂപ്പുകൾ തുടങ്ങിയിരിക്കുന്നുവെന്നും അവർ യഥാർത്ഥ വഴികൾ അറിയാൻ എഴുതാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും. ഇപ്പോൾ അയാൾ ഭയചകിതനായി പറഞ്ഞു, ജപ്പാനിലെ അനർത്ഥങ്ങളാണ് നടക്കുന്നത്. ഇവിടെ 2 തരം AI ആണുള്ളത്. ഇവിടത്തെ പോലെ 12 പടികൾ ഉപയോഗിക്കുന്നത്. മറ്റൊരിടത്ത് ഏതോ ഒരു നേതാവ് പടികൾ 10 ആക്കി മാറ്റി എഴുതിയിരിക്കുന്നു. To kill 10 steps and they are charging 100 years to his meeting. ഒരു കാലത്ത് ഇത്തരം പാരമ്പര്യങ്ങൾ നമ്മെ ഭയചകിതരാക്കിയിരുന്നു. ഇപ്പോൾ ഇതൊക്കെ തമാശയാണ്. അവർ സാമാന്യ ബുദ്ധിയിലൂടെ, അനുഭവങ്ങളിലൂടെ തിരികെ വരുമെന്ന് നമുക്കറിയാം. 12 പടികളിൽ ആർക്കും വിദഗ്ധരാകാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. 12 പടികൾ നന്നായി അറിയുന്നവരും മോശമായി ചെയ്യുന്നവരും അവരുടെ വഴികൾ നേരെയാക്കിക്കൊള്ളും. മദ്യാസക്തിയിൽ നിന്നും അതിജീവനത്തിന്റെ അന്വേഷണത്തിൽ നല്ലത് എപ്പോഴും ഏറ്റവും നല്ലതിന് വിനയാകും. ഏറ്റവും നല്ലതിന് യഥാർത്ഥ നന്മ കൊണ്ടുവരാൻ കഴിയൂ. വിദൂര നാടുകളിലെ AI-യുടെ തുടക്കത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ പറയാൻ കഴിയും. Once upon a time, that sort of heresy would have scared us to death. Today it is only amusing. We know that they will soon be infiltrated by common sense and experience. They will find that nobody can professionalize AI's 12 steps, and the elder who means well and does badly will mend his ways. He will finally see that alcoholism is a cost for survival in which that hard in sometimes the enemy of the best, and that only the best can bring the true good. Very much more could be told about AI out in the distant reaches. It's a pioneering friends. For example, there is an AI night and day radio communication that passes from tankers at the Atlantic over to the Pacific. There is good old Captain Jack on a Standard Oil tanker playing the world ports. He leaves AI literature when he goes ashore, and he looks up bartenders, doctors, and preachers asking them for prospectus. An AI group just recently started in Florence, Italy, because an AI sailor came shore and got a prospect from a bartender. Many AI group starts in such an improbable and fantastic way. It has become almost literally true that there are 2 or 3 of us are gathered together in his name. There a group will form. അപ്പോൾ ഉദാഹരണത്തിന് അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലേക്ക് പോകുന്ന ടാങ്കറിൽ സ്ഥിരമായി പോകുന്ന ക്യാപ്റ്റൻ ജാക്ക് തുറമുഖങ്ങളിൽ AI റേഡിയോ കമ്മ്യൂണിക്കേഷൻ നന്നായി ചെയ്തിരുന്നു. സ്റ്റാൻഡേർഡ് ഓയിൽ ടാങ്കറിൽ സ്ഥിരമായി പോകുന്ന ക്യാപ്റ്റൻ ജാക്ക് തുറമുഖങ്ങളിൽ AI സാഹിത്യം നൽകുമായിരുന്നു. അദ്ദേഹം ഡോക്ടർമാരെയും പുരോഹിതന്മാരെയും മറ്റ് ജോലിക്കാരെയും സമീപിച്ചിരുന്നു. അഭ്യുദയകാംക്ഷികളെ തേടി ഇറ്റലിയിലെ ഫ്ലോറൻസിൽ അടുത്ത കാലത്ത് ഒരു AI ഗ്രൂപ്പ് അദ്ദേഹം തുടങ്ങി. ഒരു AI നാവികൻ തുറമുഖത്തെത്തിയപ്പോൾ ഒരു മധ്യ ജോലിക്കാരനിൽ നിന്നും ഒരു അംഗത്തെ ലഭിച്ചു. അസാധാരണവും വിചിത്രമായ രീതിയിലാണ് പലപ്പോഴും ഗ്രൂപ്പുകൾ തുടങ്ങുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റെ പേരിൽ ആരെങ്കിലും 2-3 പേർ ഒത്തുകൂടിയാൽ ഗ്രൂപ്പ് ഉണ്ടാകും. Let me tell you the wonderful legend about that AI group way up towards Point Barrow in Alaska. A couple of prospectors went out and got themselves a cabin and a case of scotch. The weather turned better, 50 below, and they got so drunk they let the fire go out, barely escaping death by freezing. One of them woke up in time to rekindle the fire. He was prowling around outside for fuel, and he looked into an empty oil drum filled with frozen water. Down in the ice cake, he saw a reddish yellow object. They thawed it out, and it turned out to be an AA book. One of the pair read the book and forbade him. The legend has it that he became the founder of one of our farthest north groups, perhaps the one in which we now have plenty of Eskimos. The last I heard about those Alaskan groups was that they were in communication by radio every day with
with the AA group that functions on the north end of the Greenland ice cap among the men at our air base there. അപ്പം അലാസ്കയിലെ പോയിന്റ് ബാരോയിൽ ഗ്രൂപ്പ് തുടങ്ങിയതിനെ പറ്റി ഒരു കഥയുണ്ട്. രണ്ടുപേർക്ക് ഒരു കടയിൽ നിന്ന് ഒരു കേസ് സ്കോച്ച് കിട്ടി. കാലാവസ്ഥ വളരെ മോശമായിരുന്നു. തണുപ്പ് 50-ലും താഴെ. അവർ പൂസായിരുന്നു. അവരുടെ തീയാണെങ്കിൽ കെട്ടുപോയി. മരവിച്ച് മരിക്കുന്നതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒരാൾ ഉണ്ടെന്ന് തീ കത്തിച്ചു. അദ്ദേഹം ഇന്ധനത്തിനായി ചുറ്റിത്തിരിയുമ്പോൾ ഒരു ഒഴിഞ്ഞ ഓയിൽ ടാങ്കിലേക്ക് നോക്കി. തണുത്തുറഞ്ഞ വെള്ളത്തിനടിയിൽ ഒരു മഞ്ഞ വസ്തു കണ്ടു. അവരത് തോണ്ടിയെടുത്തു. അതൊരു എയുടെ ബുക്കായിരുന്നു. അതിലൊരാൾ ഒരു ബുക്ക് വായിച്ച് സുബോധവാനായി. അദ്ദേഹം വടക്കേ അറ്റത്ത് ഗ്രൂപ്പ് തുടങ്ങിയ ആളായി മാറിയെന്നാണ് കഥ. ഇന്ന് ആ ഗ്രൂപ്പിൽ ധാരാളം എസ്കിമോകൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇന്നറിയുന്നത് ഗ്രീൻലാൻഡ് ഐസ് ക്യാപ്പ് ബേസിലുള്ളവരും 1946 അയർലൻഡിൽ ആരംഭിച്ച് ബേസിലുള്ളവരും. Alcoholism must get started in Ireland in 1940s when Conor F. an AA tavern owner from Philadelphia decided to go on a vacation with his wife to the Emerald Isle. When they got to Dublin, they both said, "Never mind the vacation. Let's start a group here." So they made their way to local mental hospital, the one endowed by the other clergyman's shift, and there they found their first man, Richard P. And so AA began to take root in Ireland. The Dublin group, by the way, has achieved a special renown because of its world correspondent, Sackville M., the group's honorable secretary. When it comes to helping alcoholics by mail, he is no doubt the world's champion. നമുക്കിവിടെ ഒരു എ ഗ്രൂപ്പ് ആരംഭിക്കാം. അവർ ഒരു ലോക്കൽ മനോരോഗ ആശുപത്രിയിൽ എത്തി എഴുത്തുകാരനായ പുരോഹിതൻ സ്വിഫ്റ്റിനെ കണ്ടു. ആദ്യത്തെ ആളെ കിട്ടി, റിച്ചാർഡ് ജെ. അങ്ങനെ എക്ക് അയർലൻഡിൽ വേരുണ്ടായി. ഡബ്ലിനിലെ ഗ്രൂപ്പ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. അവിടുത്തെ ഗ്രൂപ്പ് സെക്രട്ടറി സാക്യുവെല്ല എം. ലോക കറസ്പോണ്ടന്റ് ആയിരുന്നു. കത്തുകളിലൂടെ മധ്യസ്ഥരെ സഹായിക്കുന്നതിൽ അദ്ദേഹം ലോകപ്രസിദ്ധനായിരുന്നു. 1947 ഇംഗ്ലണ്ടിൽ എ ആരംഭിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കനേഡിയൻ മൈനിങ് എഞ്ചിനീയറായ ബോസ് ബി ലണ്ടനിലെത്തിയപ്പോൾ ബിൽ എന്ന മധ്യസ്ഥരായ പച്ചക്കറി കച്ചവടക്കാരനെ കണ്ടുമുട്ടി. The beginning of AA in England in early striking one. Some years ago, Bobby, a Canadian mining engineer, went to London where he met up with Village, an alcoholic greengrocer. By correspondence with the New York, 2 or 3 of the English were already struggling for sobriety, but the appearance of the two opened the scene soon resulted in active AA group. As a result, London, and indeed all England is today sprawling with the groups. At first, however, they met such resistance in British that at once only the Finland Chronicle would publish an advertisement about AA. All the other English papers were afraid that it was a fraud. ന്യൂയോർക്കുമായി കത്തുകളിലൂടെ ബന്ധപ്പെട്ട് കുടി നിർത്താൻ ശ്രമിക്കുന്ന 2-3 പേർ അവിടെ ഉണ്ടായിരുന്നു. ഈ 2 പേർ കൂടി ചേർന്നതോടെ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. തൽഫലമായി ലണ്ടനിൽ മാത്രമല്ല, ഇംഗ്ലണ്ട് മുഴുവൻ ഗ്രൂപ്പുകൾ വ്യാപിച്ചു കിടക്കുന്നു. ബ്രിട്ടനിൽ പ്രതിനിധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ക്രോണിക്കിൾ മാത്രമാണ് എക്ക് പരസ്യം നൽകിയത്. മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം ഇതെന്തോ തട്ടിപ്പാണെന്ന് കരുതി. The reverse process was seen when a Scottish nobleman, Philip, journeyed to America. He came over to have a look at the international Christian leadership movement, where he met with a group of businessmen who were interested in bringing good into industry through the medium of breakfast clubs for prayers and planning. Philip thought that maybe he could introduce the breakfast club idea to Scotland, and he hoped that such a good work would loosen his fatal attachment to the bottle. At the very first section, he met an old-time Philadelphia AA, George R., who gave him a right of the spiritual main line, the head of one of Scotland's most ancient clans sobered up on the spot. He took AA back to the native health, and soon alcoholic Scots were drying up all the way from Glasgow.
ചാനലേഴ്സ് ടു സൊസൈറ്റി ഫോക്സ് ഇൻ എഡിൻബറോ. അപ്പോൾ ഒരു സ്കോട്ടിഷ് പൗരമുഖ്യൻ ഫിലിപ്പ് അമേരിക്കയിലെത്തിയപ്പോൾ എല്ലാം തലതിരിഞ്ഞു വന്നു. അദ്ദേഹം അവിടെ വന്നത് ഒരു ക്രിസ്ത്യൻ നേതൃത്വ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ അദ്ദേഹം ദൈവത്തെ വ്യവസായത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പറ്റം ബിസിനസ്സുകാരെ കണ്ടുമുട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ക്യാമ്പുകളിൽ പ്രാർത്ഥനയും പദ്ധതികളുമായി രസകരമായിരുന്നു ഈ അനുഭവം. ഈ പദ്ധതി സ്കോട്ട്ലൻഡിലും പ്രയോഗിക്കാമെന്ന് ഫിലിപ്പ് പ്രതീക്ഷിച്ചു. ഒരു പക്ഷേ കുപ്പിയുമായുള്ള തന്റെ ബന്ധം അവസാനിപ്പിക്കാനായേക്കും. ഫിലാഡൽഫിയക്കാരനായ ആ പഴയകാല ഏയംഗം ജോർജിനെ അദ്ദേഹം പരിചയപ്പെട്ടു. അദ്ദേഹം മേയുടെ ആത്മീയ വശം ധരിപ്പിച്ചു. അവിടെ വെച്ച് തന്നെ ആ സ്കോട്ട്ലൻഡുകാരൻ സുഖം പ്രാപിച്ചു. അദ്ദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് തന്നെ മദ്യാസക്തരായ സ്കോട്ടുകൾ സുഖം പ്രാപിക്കാൻ തുടങ്ങി. ഗ്ലാസ്ഗോയിൽ കപ്പൽ ജോലിക്കാർ മുതൽ എഡിൻബർഗിലെ നാട്ടുകാർ വരെ സുബോധവാന്മാരായി. പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു.